കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. സേവിങ് നമ്പർ. മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. കൂടാതെ പ്ലേലിസ്റ്റുകളിലായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള പല വിധികളെ കുറിച്ചിട്ടുമുള്ള വീഡിയോസ് ഉണ്ട്, അത് കാണാം. നമ്മൾ ഫോർമാറ്റ്സ് ഓഫ് ലയബിലിറ്റീസ് അസറ്റ്സ് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 70 പോയിന്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാം പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. ഒരു വ്യക്തിക്ക് ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള ലയബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. പ്രധാനമായിട്ടും 3 പോയിന്റുകൾ മാത്രമാണ് അതിൽ നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ടുള്ളത്. ഭാര്യയും ഭർത്താവും ഈ സംഗതി കോടതികളിൽ മസ്റ്റായിട്ടും ഫയൽ ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെക്യൂർഡ് ഡെബിറ്റ്സ് അല്ലെങ്കിൽ ഡെബിറ്റ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതായത് ലിസ്റ്റ് ഓൾ മോർട്ട്ഗേജസ്, ലോൺസ് ആൻഡ് എനി അതർ ഡെബിറ്റ്സ് സെക്യൂർഡ് അഗെയിൻസ്റ്റ് ആൻ അസറ്റ്. ഒരാളുടെ കയ്യിൽ കുറേ വരുമാനങ്ങളുണ്ടാവും, അസറ്റുകൾ ഉണ്ടാവും. എന്നാൽ അതിനെതിരായിട്ട് അയാൾ എന്തെല്ലാം തരത്തിലുള്ള ലോണുകൾ എടുത്തിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള കടങ്ങൾ അയാൾക്കുണ്ട് എന്നുള്ളത് വ്യക്തമായി അതിൽ എഴുതണം. കൂടാതെ 72ാമത്തെ പോയിന്റായിട്ട് അൺസെക്യൂർഡ് ഡെബിറ്റ്സ് എന്ന് പറയുന്നതാണ്. അതായത് ലിസ്റ്റ് ഓഫ് ഓൾ ബാങ്ക് ലോൺസ്, പേഴ്സണൽ ലോൺസ്, ക്രെഡിറ്റ്സ്, ഓവർ ഡ്രാഫ്റ്റ്, ക്രെഡിറ്റ് കാർഡ് ആൻഡ് എനി അതർ ഡെബിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതായത് ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ലോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, ഓവർ ഡ്രാഫ്റ്റിൻ്റെ കാര്യങ്ങൾ, ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്ത് ഇരിക്കണം. അതർ 73ാമത്തെ പോയിന്റ് ലിസ്റ്റ് എനി അതർ ഡെബിറ്റ്സ് ഇൻക്ലൂഡിങ് ഒബ്ലിഗേഷൻസ് ദാറ്റ് റെലവൻറ്റ് ടു എ ക്ലെയിം എന്നാണ് പറയുന്നത്. നിങ്ങൾ ക്ലെയിം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. കിട്ടിയില്ല. അപ്പോൾ ലയബിലിറ്റീസ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ പാർട്ട് 8ാമത്തെയാണ് ജനറൽ ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദി സ്റ്റാറ്റസ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അടുത്തൊരു പാർട്ടായിട്ട് സെപ്പറേറ്റ് നമുക്കത് ചെയ്ത് വയ്ക്കാം. അതിൽ ഏകദേശം ഒരു 20 പോയിന്റുകളാണ് പറയുന്നത്. ആ 20 പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോ. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.